സാഹേബ് അംബേദ്കർ എനിക്ക് തോന്നുന്ന ഒരു ബുക്കില് ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ബ്രാഹ്മിൻസ് എപ്പോഴും അത് പറയണതാണ്. ആക്ച്വലി ആര്യൻ ഇൻവേഷൻ നടന്നിട്ടില്ല, അത് ബാബാ സാഹേബ് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു ഇതിനും പിന്നെ അവന്മാർ പുറത്തുനിന്ന് വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ബാബാ സാഹേബ് അംബേദ്കർ റൈറ്റിംഗിന് തമ്മിലുള്ള എന്താണ് വിച്ച് ഇസ് കോൺട്രഡിക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ബാബാ സാഹിബ് പറഞ്ഞത് ഇറ്റ് വാസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഇൻ ദ സെയിം അങ്ങനെ രീതിയിലെ ആണോ? പക്ഷേ അതല്ല, അതിനകത്ത് ബാബാ സാഹിബിന് കിട്ടിയ അന്നത്തെ വിവരങ്ങൾ വെച്ചിട്ട് മാത്രമാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ ഒത്തിരിയേറെ സയന്റിഫിക് സ്റ്റഡീസ് വന്ന സ്ഥിതിക്ക് അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്കതല്ല, അതിനുശേഷം പിന്നീടുള്ള സ്റ്റഡീസ് വന്നു. അപ്പൊ പിന്നെ നമ്മൾ ഇനിയിപ്പോ അതിനെ നമുക്ക് ആലോചിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പം വേറെ ചില ബ്രാഹ്മിൻസിന്റെ ഒരു ഇതാണ് അവന്മാരെ എന്താ അവന്മാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബാബാ സാഹിബിനെ എടുക്കും, അല്ലെങ്കിൽ പുറത്ത് കളയോ വെച്ചില്ല. അങ്ങനെയാണ് അവന്മാരുടെ. പക്ഷെ അബ്രോഗേഷൻ വന്നപ്പോൾ അവന്മാർ ബാബാ സാഹിബിനെ എടുത്തു. അംബേദ്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് എപ്പോഴും അഗൈൻസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളില്. അതേപോലെ യൂണിഫോം സിവിൽ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ബാബാ സാഹിബ് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരുടെ അജണ്ട നടപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബാബാ സാഹിബ് അംബേദ്കറിനെ സപ്പോർട്ടിന് എടുക്കും, അല്ലാതെ അവർക്ക് വേണ്ട. അല്ല, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അവർക്കേതാണ് അവരുടെ അജണ്ടയ്ക്ക് പറ്റിയെന്നുള്ളത് അവർ കൃത്യമായിട്ട് അവരത് പൊക്കിയെടുക്കും. കാരണം അവരുടെ അവർക്കും നമുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്കും നമുക്കും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ല എന്നുള്ളത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എവിടെ കൊണ്ട് ഇത് എത്തിക്കണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരൊരിക്കലും ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് 2000-3000 വർഷമായിട്ട് അവർ മാറിയിട്ടില്ല. ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ലക്ഷ്യമാണ് അവരുടെ ഉള്ളത്. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? നമുക്ക് ഇവരെ അല്ലെങ്കിൽ ഇവരുടെ ദർശനത്തെ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ ഇല്ലാതാക്കി തിരിച്ച് ബൗദ്ധമായി കൊണ്ടുവരണം എന്നുള്ളത് ലക്ഷ്യം നമ്മുടെ ഉണ്ടോ? നമ്മുടെ ആക്ടിവിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല ബാബാ സാഹേബ് എന്തിനാണ് ബുദ്ധമതത്തിലേക്ക് പോയത്. അത് ബാബാ സാഹിബിന്റെ താല്പര്യം കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അല്ല, ബാബാ സാഹേബ് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണസോ ഈ ബൗദ്ധ തമ്മിലുള്ള എറ്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. കാര്യം ഒരു കൂട്ടര് സമത്വം ഇല്ലാതെ അവരുടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി അവരൊരു ഇസം കൊണ്ടിരുന്നു. നമ്മൾ അന്ന് ദേവാസുര യുദ്ധം നടന്നപ്പോ തൊട്ട് നമ്മൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ്. അത് നടക്കത്തില്ല, ഇവിടെ സമാനതയുടെ ഇത് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ തിരിച്ച് ബുദ്ധമയമാക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ബാബാ സാഹിബിന്റെ എല്ലാ പോരാട്ടത്തെയും നമ്മൾ കാണാനായിട്ട്. ബ്രിട്ടീഷുകാർ അന്ന് ഭരണഘടന എഴുതാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ബാബാ സാഹിബ് കയറി ഭരണഘടന എഴുതിയത്. അല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി പോകത്തില്ല. അദ്ദേഹം തിരിച്ച് ഈ ഇന്ത്യയെ ബുദ്ധമയമാക്കാനുള്ള പ്രവർത്തനത്തിനകത്ത് ആയിരിക്കുമായിരുന്നു അദ്ദേഹം ഏർപ്പെടുക. അദ്ദേഹം അത് ബേസിക്കലി അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇതിനകത്ത് ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, അവർ ബാറ്റിൽ ഈസ് ഫുള്ളി സ്പിരിച്വൽ. There is nothing material or social in it. ലാസ്റ്റ് വേർഡ് പറഞ്ഞത് അതാണ്. നമ്മൾ അത് എന്തുകൊണ്ട് അദ്ദേഹം അത് പറയുന്നത് മനസ്സിലാക്കുക. അദ്ദേഹം തിരിച്ച് ഈ 29ാമത്തെ ബുദ്ധനാവുകയാണ് അദ്ദേഹം. നമ്മൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ക്രിപ്ചർ എഴുതുന്നത്. ഏതെങ്കിലും ഇന്ത്യയിൽ ഒരു പൊളിറ്റീഷ്യൻ സ്ക്രിപ്ചർ എഴുതിയിട്ടുണ്ടോ? എന്തിനാണ് ഒരു സ്ക്രിപ്ചർ ഉണ്ടാക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടുന്നത്? അദ്ദേഹത്തെ ഒരു പൊളിറ്റീഷ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ വിദഗ്ധനായിട്ടോ അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റ് ആയിട്ടോ ജൂറിസ്റ്റ് ആയിട്ടോ ലോ എക്സ്പെർട്ട് ആയിട്ടോ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിക്ചർ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവാതെ പോവുകയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പിരിച്വൽ ലീഡർ ആയിട്ടാണ് അദ്ദേഹം. നമ്മൾ അങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്. ആ ബൗദ്ധ ദർശനത്തിന്റെ തന്നെ രണ്ടാമതുള്ള അതിന്റെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹം പോരാടിയത്. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്കകത്ത് ഞാൻ ബുദ്ധന്റെ ആശയങ്ങളാണ് ഇട്ടിരിക്കുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഞാൻ എന്റെ ഗുരുവായ ബുദ്ധനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് പറയുന്നത്. അവിടെ അത് കൊണ്ടുവരുന്നത് നമ്മുടെ ഫ്ലാഗിന്റെ അകത്തെ ചക്രം കൊണ്ടുവരുന്നത്, നമ്മുടെ സീല് ബുദ്ധിസ്റ്റ് സീലാക്കുന്നത്, നമ്മുടെ അശോക സ്തംഭം കൊണ്ടുവരുന്നത്, പിന്നെ പാർലമെന്റിലെ മെയിൻ ഹോളിന് അശോക ഹോൾ എന്ന് പേരിടുന്നത്,
ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് RSSകാർ നമ്മുടെ കൊടിയെ ഒരിക്കലും എടുക്കാതിരുന്നത്. കാരണം അതിനകത്ത് അശോക ചക്രമുണ്ട്, അവരെടുത്തിട്ടില്ല. നമ്മുടെ ഈ പറയുന്ന ഭരണഘടന അവർ അംഗീകരിക്കാതിരുന്നത്. അവർക്ക് എടുക്കാൻ പറ്റില്ല. അവര് മനുസ്മൃതി വേണമെന്ന് പറയുന്നു. അതായത് അവർക്ക് ബ്രാഹ്മണിസമാണ് അവർക്ക് കൊണ്ടുവരേണ്ടത്. ബാബാ സാഹിബിന് കൊണ്ടുവരേണ്ടത് ബുദ്ധിസമാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഓരോ കാര്യത്തിലും അവരും ബാബാ സാഹുവും തമ്മിലുള്ള ആ ഫൈറ്റ് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഹിന്ദു ഗോഡ് ബില്ല് അപ്പോസ് ചെയ്ത് അമ്മാര് പ്രശ്നം ഉണ്ടാക്കിയതും ഇതിന്റെ ഇതിലാണ്. ആണ്. കാരണം അതിന്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് എന്തായിരുന്നു? അതായത് പൂജാരി പൗരോഹിത്യം എല്ലാവർക്കുമായിട്ട് കൊടുക്കുക. ഒരു കോമൺ എക്സാം നടത്തി നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പുരോഹിതരെ എടുക്കുക. അത് ബ്രാഹ്മണിസത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ബ്രാഹ്മണന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഭാഗം മാത്രം പുരോഹിതരാകുക, ബ്രാഹ്മണർ മാത്രം പുരോഹിതരാകുക എന്നുള്ളത്. അതിന്റെ കൺട്രോൾ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കില്ല അവര്. കാര്യം അവരുടെ ഉദ്ദേശം എന്താണ്? ഇത് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അവരുടെ കീഴിൽ ആധിപത്യത്തിൽ ഉറപ്പിച്ച് നിർത്തുക, അടിമകളാക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പോസ്റ്റ് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കില്ല. പ്രശ്നം എവിടാന്ന് പറഞ്ഞാല് ഇപ്പം സ്റ്റാലിനും ഇതുപോലെ തന്നെ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും അവിടെ ഒരു പൊതു പരീക്ഷ വെച്ചിട്ട് എല്ലാരെയും അങ്ങനെ ആക്കാനായിട്ട് ഇപ്പൊ എങ്ങനെ ആരാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഹിന്ദു മതത്തിന്റെ ഈ ഗ്രന്ഥങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? എത്ര പരീക്ഷ വെച്ച് നിങ്ങൾ ആളെ എടുത്താലും ഇതിന്റെ അകത്ത് ഗ്രന്ഥങ്ങൾ എന്താ പറയണത്? ബ്രാഹ്മണ യോനിയിൽ ജനിച്ച ഒരാൾ മാത്രമേ ബ്രാഹ്മണനാവുകയുള്ളൂ, അല്ലാതെ ഒരാൾക്ക് ആവാൻ പറ്റത്തില്ല. ഇവര് ചുമ്മാ നമ്മളെടുക്ക പറ്റിക്കാൻ പറയും ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അത് വെറുതെ പറയണതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ ബ്രഹ്മത്തെ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇവനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരാൾ ബ്രഹ്മത്തെ അറിഞ്ഞോ ഇല്ലയോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആരാണ് അവന് പരീക്ഷ നടത്തുന്നത്? ആരാണ് തീരുമാനിക്കുന്നത് ഒരാൾ ബ്രഹ്മത്തെ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്? ഇനി ബ്രഹ്മത്തെ അറിഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ബ്രാഹ്മണൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസർ കൊടുക്കുമോ? ഏത് തഹസീൽദാർ കൊടുക്കുന്നു? ഒരാൾ തഹസീൽദാർ എടുത്തിട്ട് പോവാ, സാറേ ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു, എനിക്ക് ബ്രാഹ്മണൻ എന്ന സർട്ടിഫിക്കറ്റ് വേണം. തഹസീൽദാർ കൊടുക്കുമോ? കൊടുക്കില്ല. അതുപോലെ തന്നെ ഏതൊരു കല്യാണം വരുന്നു, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞവൻ, അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കല്യാണം ആലോചിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അവിടെ കല്യാണം നടക്കുമോ? നടക്കുകയില്ല. പിന്നെ ഇത് ആരെ പറ്റിക്കാനാണ് ഈ ഉടായ്പെല്ലാം കൂടെ പറയണത്? അപ്പം ചുമ്മാ നമ്മളെ ഈ തർക്കത്തിന് വേണ്ടി അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില ഓരോരോ എന്താ പറയാ, ആ സമയത്ത് വരുന്ന കുറെ തരികടകൾ പറയുമെന്നുള്ളതല്ല, ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ബ്രാവാസവ് പറഞ്ഞത്, ഇതിനകത്തെ ഗ്രന്ഥങ്ങളെ ഒന്നും മാറ്റാതെ ഈ സാധനത്തിനെ മാറ്റാൻ പറ്റില്ല. ഹിന്ദു മതത്തിനെ അഥവാ മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ ഗ്രന്ഥങ്ങളെ മുഴുവൻ ചുട്ടരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡൈനമൈറ്റ് വെച്ച് തകർക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ PSC പരീക്ഷ എഴുതിയാലൊന്നും ഈ സിസ്റ്റം മാറുകയല്ല. ഈ മതത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബ്രാഹ്മണർ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമാണ്. അവരുടെ ഗ്രന്ഥങ്ങൾക്കകത്താണ് അവരുടെ പുരാണങ്ങൾ, അവരുടെ ഉപനിഷത്തുകൾ, അവരുടെ ഇതിഹാസങ്ങൾ, ഐതിഹ്യങ്ങള്, അവരുടെ ശ്രുതികള്, സ്മൃതികള്, വേദം, ആരണ്യങ്ങള്, ബ്രാഹ്മണങ്ങള്, ഇതെല്ലാം കൂടെ കൂടിയതാണ് അവരുടെ ഒരു ലോകം, സ്പിരിച്വൽ ലോകത്തിന്റെ ഗ്രന്ഥങ്ങള്. ഇതിനകത്ത് എല്ലാത്തിനകത്തും ബ്രാഹ്മണൻ മാത്രമാണ് പുരോഹിതൻ. മനുസ്മൃതി നമ്മൾ PSC പരീക്ഷ വെച്ചാലൊന്നും ഇത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അതിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ട് ഒരു കളി നടക്കത്തില്ല. അതിൽ നിന്ന് പുറത്ത് പോവുക. നമുക്ക് നമ്മുടെ നല്ല സുന്ദരമായ ശാസ്ത്രീയമായ ദർശനം ഉണ്ടല്ലോ. ഈ നമ്മളുടെ ആൾക്കാര് എങ്ങനെയാണ് ഈ പറയുന്ന ശൈവ ആചാരങ്ങളിൽ, കൗളാചാരങ്ങളിൽ, ആഭിചാരങ്ങളിൽ പെട്ടുപോയത് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴാണ് അശോകന്റെ ശേഷം, മൗര്യ രാജവംശത്തിന് ശേഷം, നമ്മുടെ ഈ പുഷ്യമിത്രന്റെ വരവിന് ശേഷം നമ്മുടെ മഹായാന വന്ന് വജ്രയാനയായി താന്ത്രിസമായി വരുന്ന ആ കാലഘട്ടങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ പോലും അറിയാതെ ഈ മന്ത്രവാദം, ആഭിചാരം, താന്ത്രിസം, ഈ ദൈവഭക്തി, ആരാധന, ഈ സാധനങ്ങളായിട്ട് നമ്മൾ വീണു പോകുന്നുണ്ട്. നമ്മുടെ ആൾക്കാരുടെ വിചാരം നമ്മൾ അങ്ങ് ആദിമകാലം തൊട്ടേ ശിവഭക്തരാണെന്ന്. ശിവൻ എപ്പോഴാണ് ഉണ്ടായത്?
അവലോകിതേശ്വരം എന്ന് പറയുന്ന ബുദ്ധ ഭിക്ഷു, ഈ പറയുന്ന ഒരാൾ മഹായാന ഭിക്ഷു വരുന്നിടം വരെ ശിവൻ പറയുന്ന ഒരു സംഭവമില്ല. അങ്ങേര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ശിവനാക്കുന്നത്. ബുദ്ധനൊക്കെ എത്രയോ ശേഷം. നമ്മുടെ ചില ദ്രാവിഡ ശൈവ ആരാധകരുടെ ചില 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 ഭയങ്കരമായ ഫാൻസ് ഉണ്ട്. അവർ പറയുന്നത് നമ്മുടെ ആദ്യത്തെ ശിവനാണെന്നാണ് പറയുന്നത്. ശിവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേദങ്ങളിലൊന്നും ഇല്ല, വേദങ്ങളിലൊന്നും മിണ്ടുന്ന പോലും ഇല്ല. സിന്ധുവിന്റെ സംസ്കാരത്തിൽ ശിവനില്ല. അവിടെ നമ്മുടെ ബൗദ്ധ സ്തൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ബൗദ്ധ സ്തൂപങ്ങൾ കണ്ടിട്ട് ആരാണ്ട് പറഞ്ഞത് ശിവലിംഗമാണ്. അല്ല, ബൗദ്ധ സ്തൂപത്തിന്റെ ആകൃതികളാണ്. അവിടെ തന്നെ ഒരു അട്ടിമറി നടക്കുന്നുണ്ട് സാർ. അതായത് ഒരു യോഗി പോസ് പോലെ ഒരെണ്ണമുണ്ട്. അത് ശിവാന്ന് പറഞ്ഞിട്ടൊക്കെ ബ്രാഹ്മിൻസ് ഒരു ഇതുണ്ട്, പടക്കം ചെയ്യാറുണ്ടത്, പറയുന്നുണ്ട്. ഒരു സീല്. അതെ. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ ചിലർ പറയുന്നുണ്ട് നമ്മൾ ആദി ദ്രാവിഡ ശൈവ സംഭവങ്ങളാണ്. ഈ ശിവനെ നമുക്ക് ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു 100 വർഷം പഴക്കമുള്ള ഒരു സ്ഥലം, ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലവും ഒരു ആൽത്തറയും ഒരു അവിടെ 2-3 പ്രതിമയെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പുരാതനമായിട്ട് നമുക്ക് തോന്നൂലേ? ഭയങ്കര പഴയതായിട്ട് നമുക്ക് തോന്നും. ഇതൊരു 200-300 വർഷം പഴയതാണെങ്കിലോ നമുക്ക് പണ്ടത്തെ ഏതാന്ന് തോന്നുന്നു. ശിവന്റെ വരുന്നത് 4-ാം നൂറ്റാണ്ടാ. 4-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇന്നിപ്പോ 21-ാം നൂറ്റാണ്ടാ. 17 നൂറ്റാണ്ട്, 1700 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം എന്ന് പറയുന്നത് ഇത് പണ്ടാണ്. പക്ഷെ അത് ബുദ്ധന് ശേഷമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് തൊട്ട് നമ്മൾ ശിവന്റെ ആരാധകരൊന്നുമല്ല. നമ്മുടെ ചില ദ്രാവിഡ പിടിവാശിക്കാരുണ്ട്. അവർ പറയണത് നമ്മൾ ഭയങ്കരമായ ശിവഭക്തരാണ്, ബുദ്ധനേക്കാളും പഴയതാണെന്ന്. എങ്ങനെ ബുദ്ധനേക്കാളും പഴയതാവുന്നത്? അവലോകിതേശ്വരം എന്ന് പറയുന്നത് ബുദ്ധന് ശേഷം ഉണ്ടായ മഹായാന ഭിക്ഷുവാണ്. അങ്ങേര് വരാതെ എങ്ങനെയാ ശിവനുണ്ടാവും? അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഭാരതീയമായ അല്ലെങ്കിൽ ഈ പറയുന്ന ജംബുദ്വീപയുടെ അല്ലെ ജംബുദ്വീപിന്റെ യഥാർത്ഥ ദർശനം എന്ന് പറയുന്നത് ബൗദ്ധമാണ്. ആ ബൗദ്ധ ദർശനത്തിന് ശേഷമാണ് ബാക്കി ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ തനതായ നമ്മുടെ ദർശനം പറയുന്നത് ബൗദ്ധമാണ്. അതുകൊണ്ടാണ് ബാബാ സാഹേബ് 1956 ഒക്ടോബർ 14 നമ്മുടെ ആൾക്കാരെ കൊണ്ട് നാഗ്പൂരിൽ ആ കൺവെർഷന് പോകുമ്പം അദ്ദേഹം പറയണത് എന്നും ഈ ദർശനത്തെ സംരക്ഷിച്ചിട്ടുള്ളതും പ്രചരിപ്പിച്ചിട്ടുള്ളതും അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളതും പരിപാലിച്ചിട്ടുള്ളതും പ്രയോക്താക്കളാക്കി നിന്നിട്ടുള്ളതും നാഗജനതയാണ് എന്ന് പറയുന്നത്. ആ ജനതയുടെ സ്ഥലമാണ് നാഗപ്പൂര്. അതുകൊണ്ടാണ് ഞാൻ നാഗപ്പൂരിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ 2ാമത് ബുദ്ധമതത്തിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ പ്രക്രിയക്ക് നാഗപ്പൂരിനെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അദ്ദേഹം ഇത് ചെയ്യുന്നതൊന്നും ചുമ്മാതെയല്ല, കൃത്യമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ പ്രവർത്തനങ്ങള് ഭരണഘടനയിലേക്ക് പരിമിതിപ്പെടുത്തി പോയാൽ പോരാ, ഭരണഘടനയിൽ നമ്മൾ നിലനിർത്തി പോയാൽ പോരാ. നമ്മുടെ പ്രവർത്തനം പൂർണ്ണമാവണമെങ്കിൽ ഇന്ത്യയെ ബൗദ്ധമയമാക്കണം. എന്നാൽ മാത്രമേ ബാബാ സാഹബിന്റെ ആ ഒരു മിഷൻ പൂർത്തിയാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു വരുമ്പോ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ബിജു സാർ, ഒരു 10 ഗോത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയത്? അതിൽ ഏത് വിഭാഗമാണ് നമ്മുടെ ഈ ജംബൂദ്വീപ് ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് എത്തിയത്? അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ? അതിനെപ്പറ്റി ഞാനൊന്ന് റിസർച്ച് ചെയ്യണം, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മുടെ ഈ അടുത്തിടെ ഞാൻ ഒരാളുടെ യൂട്യൂബ് വീഡിയോ കണ്ടത്. എനിക്കൊന്ന് എബ്രഹാം ബെൻഹർ അങ്ങനെ ഒരാളുടെ വീഡിയോ ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ വന്ന ജൂതരെന്ന് പറയുന്നതിനകത്ത് പറയുന്നുണ്ട് ഈ 10 ഗോത്രങ്ങളിൽ കുറച്ച് ഗോത്രങ്ങളാണ് ഇന്ത്യയിൽ വന്നതെന്ന് പറയുന്നുണ്ട്. ലോസ്റ്റ് ട്രൈബ്സ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അത് അവരുടെ യഹൂദ ചരിത്രത്തിനകത്തും പറയുന്നുണ്ട് ഈ ലോസ്റ്റ് ട്രൈബ്സിനെ പറ്റി. അതുപോലെ തന്നെ അല്ല സാറേ, ഈ യഹൂദർ ഉൾപ്പെടെയുള്ള ഈ ഇസ്രായേലിന്റെ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ 12 12 ട്രൈബ്സിന്റെ കഥയാണ് ബൈബിളിൽ പറയുന്നത്. ആണല്ലേ? അതെ അതെ, 10 അല്ല.
അല്ല, അപ്പൊ അത് വിട്ടുപോയവര് 10 പേരാണെന്നാ പറയുന്നത്. ലോസ്റ്റ് അല്ല, ഇതിൽ ഈ യഹൂദ എന്ന് പറയുന്ന ഗോത്രം മാത്രമാണ് ഈ കൂടുതൽ വ്യാപിച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കി 11 നഷ്ടപ്പെട്ടു പോയതായിട്ട് കണക്കാക്കാം. അർമായക്കാരും യഹൂദ അങ്ങനെ 2 ഗോത്രങ്ങൾ കണ്ടുള്ളത് ഇതിനകത്തുനിന്ന് തോന്നുന്നു. അവരുടെ ആ, അത് അതിന്റെ ഒരു ബൈബിൾ ഉണ്ട്, നോക്കണം. കൃത്യമായിട്ടുണ്ട്. അത് നോക്കണം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ വളരെ സാന്ദർഭികമായിട്ട് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പറയുകയാണ്. ഒന്ന്, ഈ മോസസിന്റെ കഥയ്ക്കകത്ത്, മോസസിന്റെ കഥയ്ക്കകത്ത് മോസസ് ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത്, കാരണം ഈ പറയുന്ന ആൾക്കാരെ ഫറവോന്റെ അടുക്കൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ മറ്റേ എന്താ പറയാ, ഡെഡ് സീ, ചാവുകടല് അതിനെ തരണം ചെയ്ത് അവരപ്പുറത്ത് എത്തി. അവർ കുറെ പേര് മരിച്ചുപോയി. അപ്പൊ ആ ആൾക്കാരുമായിട്ട് മുമ്പോട്ട് പോയിട്ട് അവരെ കാനാൻ ദേശത്തെങ്ങാണ്ട് കൊണ്ടുവന്നിട്ട് അവരെ ദൈവത്തിന്റെ അനുഗ്രഹവും മന്നയൊക്കെ പൊഴിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങളെ തേനും പാലും ഒഴുകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരെയും കൊണ്ട് അവരവിടെ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവർ കംപ്ലീറ്റ് ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ഒരു ജനതയാണ്. കംപ്ലീറ്റ് ബാർബറിക്ക്, അതായത് ഒരു കയ്യുകൊള്ളവും കാര്യക്കാരെന്ന് പറഞ്ഞ് എന്തും കാണിക്കുന്ന ഒരു സൈസ് ജനതയാണ്. ഒന്നാമത്തെ കാര്യം, ഇവരിങ്ങനെ ആവാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യന്റെ ഉള്ളിൽ ചില മൃഗീയ വാസനകളുണ്ട്. അത് പുറത്തു വരുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ അപകടത്തിലാവുമ്പോഴാണ്, അവന്റെ നിലനിൽപ്പ് ഭീഷണിയാവുമ്പോഴാണ് അവൻ ഈ പറയുന്ന നല്ല ഭാഗങ്ങളെല്ലാം മാറിയിട്ട് അവനൊരു തരം മൃഗമായി മാറും. ഇത് പ്രത്യേകിച്ച് ഈ വിഭവങ്ങള് വളരെ ദുർലഭമാകുമ്പോൾ, സാധനങ്ങൾ കിട്ടാതില്ലായിരിക്കുമ്പോൾ മനുഷ്യന്റെ ഈ ആർത്തി, പിടിച്ചു വാങ്ങാനുള്ളത്, ഈ സ്വന്തമാക്കാനുള്ളത്, ഇതൊക്കെ അവർക്ക് കൂടും. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലറിയാം, പണ്ട് ഈ കുവൈറ്റില് യുദ്ധം വന്നപ്പോൾ, ഗൾഫ് വാർ വന്നപ്പോഴത്തേക്ക് അവിടെ ഈ റെഡ് ക്രോസുകാര് ഹെലികോപ്റ്ററിൽ സാധനങ്ങൾ കൊണ്ടിട്ട് കൊടുക്കും അവർക്ക്. ഈ ചില വെള്ളത്തിന്റെ കുപ്പിയും കുബൂസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് താഴെയുള്ള ആൾക്കാർ ചവിട്ടും കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തീർത്തൊക്കെയാണ് അവർ ഈ സാധനങ്ങൾ കൈക്കലാക്കുന്നത്. കാര്യം ആ സമയത്ത് ജീവിക്കുക എന്നുള്ള ഒരു സംഭവം വരും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം കോവിഡ് വന്ന സമയത്ത് ആരാണ്ടൊക്കെ കുറച്ച് സാധനങ്ങളുമായിട്ട് ട്രെയിനിൽ പോയ അവരുടെ സാധനങ്ങളെല്ലാം എല്ലാവരോടും വലിച്ചു പറിച്ച് ബിസ്ക്കറ്റിന്റെ പൊതിയോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ആൾക്കാർ കൂട്ടയടിയായിരുന്നു. അത് വരും. അത് നമുക്ക് വിഭവങ്ങൾ സമൃദ്ധമായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹവർത്തിത്വവും സ്നേഹവും കാര്യങ്ങളും കാണും. കാര്യം ഉള്ളവൻ ആ സാധനം, കാരണം അവൻ്റെ ഉണ്ട് സാധനം, അതുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മുടെ സിന്ധുനഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ജീവിത അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആയുധങ്ങളൊന്നും അധികം അവിടുന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. കണ്ടെടുക്കപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ കൂടുതലായിട്ടുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്തി, കോടലി സാധനങ്ങളല്ലാതെ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളൊന്നും അവിടുന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കൃഷിയുണ്ട്, സാധനങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷെ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി അതല്ല. മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യു കൊള്ളവനാണ് കാര്യക്കാരൻ. അത് ഉണ്ടാക്കി അവൻ കുത്തി മറ്റവനെ കവർന്ന് എടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഈ മൃഗീയ വാസനകൾ അവിടെ എപ്പോഴും ഉണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് എപ്പോഴും ഒരിക്കലും സമാധാനം ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അധികം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും അധികം ഇല്ല അവിടെ. അപ്പൊ ഈ ജനത ഒരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു ജനതയാണ്. അതിന് ഇദ്ദേഹം ഇവരെ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് എന്താ പറയുക, അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണമല്ലോ, സ്വീകരിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ സീനായ് മലയുടെ മുകളിലേക്ക് പോയിട്ട് അവിടെ ദൈവം പറഞ്ഞാണെന്നും പറഞ്ഞ് 10 കൽപ്പനകളും ഒക്കെ ആയിട്ട് കല്ലെ കൊത്തി വെച്ചിട്ട് കൽപ്പനകളുമായിട്ട് താഴെയിറങ്ങി വരുന്നത്. അപ്പൊ ഈ പുള്ളി പോയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇവർ താഴെയിറങ്ങി വരുന്നത്. അപ്പൊ ആ പോയ സമയത്ത് ഇവിടെ താഴെ അതിന് മുമ്പ് തന്നെ അലമ്പ് തുടങ്ങി. അതിനകത്ത് അവർ പറയണത്, അദ്ദേഹം പോയി, അയാൾ പോയി, ഇനി അയാളെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കാം. അങ്ങനെ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധന തുടങ്ങി, സ്വർണം കൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന തുടങ്ങിയതാണ്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ കുറെ പേര് അവിടെ വെച്ച് തന്നെ കൊല്ലുകയോ കുറെ പേരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയോ ചെയ്യുന്നുണ്ട്. അതായത് യഹോവയെ മാത്രം ആരാധിക്കാവുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് വേറെ പല പല ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കി, പ്രതിമകളെയൊക്കെ ഉണ്ടാക്കി ഒക്കെ ആരാധന തുടങ്ങിയവര്. കുടിക്കുക, കൂത്താടുക, അർമാദിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അവർ പോകുമ്പോഴാണ് അതായത് 10 കൽപ്പനകളുമായിട്ട് വരുന്നത്.
അത് കണ്ടപ്പോ തന്നെ കുറെ പേര് അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ അദ്ദേഹം 10 കൽപ്പനയൊക്കെ എഴുതി ഉണ്ടാക്കിയ കൽപ്പനകളൊക്കെ അടിച്ചു പൊട്ടിച്ചെന്നാ പറഞ്ഞ ഇതേ അതില് ദേഷ്യം വന്നിട്ട്. അപ്പൊ അങ്ങനെ അവരെ കുറെ പേരെ കൊല്ലുകയും കുറെ പേര് അവിടുന്ന് ഓടിച്ചു വിടുകയും ഇനി ഏറിയ കണ്ടുപോരെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരിൽ കുറെ പേര് കറങ്ങി തിരിഞ്ഞ് പിന്നെ അവരിലും കുറെ പേര് ഈ ഇന്ത്യ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നുള്ള ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇറാഖ്, ഇറാന്, അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ഹിന്ദുക്കുഷ് പർവ്വതം, ഇന്ത്യ. ഇതൊരു ചെയിൻ, ഒരു 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 യാത്രയുടെ ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒത്തിരി പേരെ ആൾക്കാർ ഇങ്ങനെ പല സമയത്തായിട്ട് ഇവിടെ പല സമയത്ത് ചിലര് ഇറാനിൽ കുറെ നാൾ താമസിക്കും, അതിനുശേഷം ഇന്ത്യ വരും. കുറച്ചുപേര് നേരത്തെ അവിടെ നേരത്തെ തന്നെ ഒരുമിച്ച് തന്നെ ആദ്യം തന്നെ വരും. ഇങ്ങനെ പല സമയത്തായിട്ട് ഇവരുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് നല്ല നല്ല സ്ഥലങ്ങൾ തപ്പി 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 പോവുക, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തപ്പി പോവുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവരുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നവരാണ് നമ്മൾ ഈ പറയുന്ന ഈ ചിത്പാവൻ ബ്രാഹ്മൺസ്, പൂനെയിലെ കൊങ്കണി ബ്രാഹ്മൺസ്, സാരസ്വത ബ്രാഹ്മൺസ്. അവർ ഒരേ സമയം തന്നെ അവര് ഭരിക്കാനും നോക്കും, അവര് പുരോഹിതന്മാരാകാനും നോക്കും. അവര് കച്ചവടക്കാരുമാണ്. കൊങ്കണികൾ കച്ചവടക്കാരുമാണ്, അത് പുരോഹിതരുമാണ്. നോക്കണം അവരുടെ ആ ബേസിക് ആയിട്ടുള്ള അവരുടെ ആ 2 ഓക്കുപ്പേഷൻ അതൊക്കെയാണെന്ന് നോക്കണം, 2 ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഇത് കാലങ്ങളായിട്ട് ഇതേ പാറ്റേൺ ആണ് ഇവർ പിന്തുടർന്നു വരുന്നത്. ഓരോ ഭരണാധികാരികൾ വരുന്നു, അവരുമായിട്ട് ചേർന്ന് നിൽക്കുക, ഏറ്റവും പെട്ടെന്ന് ആ അധികാര സ്ഥാനങ്ങളോട് ഒട്ടി നിൽക്കുക, പറ്റുമെങ്കിൽ അധികാരിയെ അവിടുന്ന് സ്ഥാനപ്രശ്നമാക്കി അധികാരം പിടിച്ചെടുക്കുക, പിന്നെ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കുക, അധികാരം മുഴുവൻ സ്വന്തമാക്കുക. ഇത് ഇവരുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്. നമ്മൾ ഈ ടീമുകളെ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ഇവരുടെ മനസ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇവരെ എതിർക്കാൻ പറ്റത്തില്ല. അല്ലാതെ അവർ പറയുന്ന ഓരോരോ കഥകളും പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിട്ട് അത് അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ, അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ഇതെല്ലാം കേട്ടോണ്ട് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവും. കാര്യം അവർ ഇഷ്ടംപോലെ കഥകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആൾക്കാർ ഈ കഥ മുഴുവൻ കേട്ടിട്ട് അത് മുഴുവൻ വിശ്വസിച്ചിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ കൺഫ്യൂസ് ആയി വട്ടുപിടിച്ചിരിക്കാനുള്ള ഇതാണ് നമ്മുടെ ആൾക്കാർക്കുള്ള വിധി. അത് നമ്മൾ മാറ്റണം. അവരെന്തിനാണ് ഓരോന്നും ചെയ്യുന്നതെന്നും അതിന്റെ പർപ്പസ് എന്താണെന്നും അതിന്റെ അജണ്ട ഇത്രേ ഉള്ളൂ. ഈ സ്ഥലം അവരുടെ സ്വന്തമാക്കണം, അവർക്ക് മറ്റാരുമായിട്ട് ലയിക്കാനും താല്പര്യമില്ല, അവരായിട്ട് നിൽക്കണം, ബാക്കിയുള്ള ആൾക്കാരെ ഒതുക്കണം, ഈ പ്രദേശം പിടിച്ചെടുക്കണം. ഇത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി എന്താണോ കാര്യം അവർ ചെയ്യും. അപ്പം അതിനകത്ത് മറ്റൊരു സംഭവം, അപ്പൊ വന്ന കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഒന്ന്. രണ്ടാമത്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഈ ഒരു ബൗദ്ധ ദർശനം അതൊരു എന്താ പറയുക, അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ദർശനം. നമ്മളെ പറ്റിയുള്ള അറിവ്, ശരീരത്തെ മനസ്സിനെ പറ്റിയുള്ള അറിവ്, എങ്ങനെയാണ് അസ്വസ്ഥത ഉണ്ടാകുന്നുള്ള അറിവ്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സങ്കല്പത്തിലുള്ള ഒരു ദൈവത്തെ, ശക്തിയെ നമ്മൾ പിന്നെ ആരാധിക്കാൻ പോകത്തില്ല. കാര്യം നമുക്കറിയാം എങ്ങനെയാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. അത് അറിയാൻ മേലാത്തവനാണ് ഈ പറയുന്ന ഒരു സങ്കല്പത്തെ വിശ്വസിച്ച് പോകുന്നത്. അപ്പൊ അറിവിനെയാണ് നമ്മൾ എപ്പോഴും പിടിക്കുന്നത്, മുറുകെ പിടിക്കുന്നത്. അതാണ് അവിദ്യ. ബുദ്ധൻ പറഞ്ഞത് അവിദ്യയെ മാറ്റുക, വിദ്യനാവുക. അത് നാരായണഗുരു വരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അതിന്റെ സ്കൂളിൽ പഠിച്ചുള്ള വിദ്യ അല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രബുദ്ധനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ, പ്രബുദ്ധനാവുക, പ്രബോധനം എല്ലാം ഇതാണ്. ഈ ബുദ്ധന്റെ ആ ഒരു സംസ്കാരം ഇതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നതല്ല. അത് പഠിക്കുന്നവര് എപ്പോഴും ദൈവത്തിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യാത്തവർ, അവരെ ദൈവനിഷേധികളായിട്ടാണ് മറ്റവർ കാണുന്നത്. ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാര്യം ക്രിസ്തു അവിടെ ചെന്ന് പഠിപ്പിക്കുന്നത് ബുദ്ധന്റെ ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് യഹൂദർക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ബൈബിളിനകത്ത് ആദവും ഹവ്വയ്ക്കും അറിവ് കിട്ടുമ്പോഴാണ് അവരെ ഏദൻ തോട്ടത്തിൽ അവര് ദൈവത്തെ നിഷേധിക്കുന്നത്. അത് കൊടുക്കുന്നത് ഒരു നാഗമാണ്. അത് നാഗമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഏതായാലും ഒരു പാമ്പ് ഒന്ന് വർത്താനൊന്നും പറയുക. അവർക്ക് ഈ സംഗതി കിട്ടി, അല്ലെങ്കിൽ അവർക്ക് അറിയാനുള്ള, അതായത് ദൈവമല്ല, അന്ധവിശ്വാസമല്ല വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരോ ഉണ്ടായി. അത് പറഞ്ഞു കൊടുത്ത സംഭവത്തോടു കൂടി അവരെ എന്താ പറയാ, അവര് താമസ സ്ഥലത്തു നിന്ന് അവരെ ഔട്ടാക്കി. അപ്പൊ ഈ ഒരു ഫൈറ്റ് ഇത് ഇവിടെ നിന്നും തുടങ്ങിയ സാധനമല്ല. ഇത് ഇന്ത്യയിലെ നമ്മളെ ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഫൈറ്റാണ്.
നമ്മൾ ഏതുവഴിയൊക്കെ വന്നിട്ടുണ്ടോ അന്ന് ഈ ഫൈറ്റും കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പുറകെ ഇവന്മാർ വന്ന് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് ഞാനിപ്പോ ചോദിച്ച ഇവരെപ്പറ്റി ചോദിച്ച ഒരു സാന്ദർഭികമായിട്ട് ഞാൻ അതോടെ പറഞ്ഞു മാത്രം. അതുപോലെ അബ്രഹാമിന്റെ ഭാര്യയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ, അബ്രഹാമിന്റെ ഭാര്യയാണ് സാറ. അവര് യഹൂദയാണ്. ബ്രഹ്മാവിന്റെ ഭാര്യയാണ് സരസ്വതി. ഇതൊക്കെ നമ്മളിതെല്ലാം ചെയിനായിട്ട് നോക്കുമ്പം ഇവരുടെ മതത്തിനെ ഇന്ത്യൻ മതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹിന്ദു മതം ഒരു പേരിട്ടെന്നുള്ളതുകൊണ്ട് അത് ഇന്ത്യൻ ആവുന്നില്ല. ആ സാധനം ഫോറിനാണ്. അത് നമ്മുടെ മതമാണെന്ന് വിശ്വസിച്ച് നമ്മുടെ സ്വന്തം മതത്തിനെ തള്ളി അവരുടെ മതത്തിനകത്ത് ഇപ്പോഴും കഴിഞ്ഞു കൂടുന്ന ആൾക്കാരെ പറ്റിയാണ് നമുക്കിപ്പം വിഷം. അവരെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത്. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ഹലോ ഹലോ ബാബുരാജ് സാർ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ആദ്യമായിട്ട് അതിൽ കയറുന്നത്, തോന്നുന്നു രഞ്ജിത്താണെന്ന് തോന്നുന്നു മെയിനായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. എനിവേ ഞാൻ കുറെ ക്ലാസ്സുകൾ ഇതേപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതില് എനിക്ക് തോന്നിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ശ്രീ അജിത് കുമാർ അല്ലേ, വളരെ ബോൾഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല വളരെ ലളിതമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇത്ര ബോൾഡായിട്ട് ലളിതമായിട്ട് പറയണ്ടെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റിൽ വളരെ വളരെ പെർഫെക്റ്റ് ആയ ജ്ഞാനമുണ്ടെങ്കിലേ പറ്റുള്ളൂ. എല്ലാവർക്കും ഇത്ര ലളിതമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞെങ്കിലും എനിക്കൊരു മുഷിപ്പും തോന്നിയിട്ടില്ല കേട്ടിട്ട്. ഇനിയുള്ള ക്ലാസ്സും ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. സാറിന്റെ വാക്കുകൾക്ക് നന്ദി സർ. ബാലകൃഷ്ണൻ സർ, ബാലകൃഷ്ണൻ. ഞാനിന്ന് ആദ്യമായിട്ട് കയറിയതാണ്. കയറാൻ കുറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് ശേഷമാണ് കയറിയത്. കേട്ടിടത്തോളം വളരെ നന്നായിട്ട് തന്നെ തോന്നി. വളരെ ചരിത്രപരമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഏതായാലും തുടർന്നും പങ്കെടുക്കാനുള്ള ആഗ്രഹം നിലനിർത്തുകയാണ്. ഇത്രയും ഈ അവസരം പറയാനുള്ളൂ. സാറേ, ബാബുരാജ് സാറേ, ഇതൊരു ബുദ്ധിസ്റ്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയാണ് സത്യത്തിൽ. അതായത് വാംസഫ് എന്ന് ആണ് അതിന്റെ മദർ സംഘടന എന്ന് പറയുന്നത്. അത് നോർത്ത് ഇന്ത്യയിലും അതുപോലെ സെൻട്രൽ ഇന്ത്യയിലൊക്കെ വളരെ ശക്തമായിട്ട് RSSന് നേർ വിപരീതമായിട്ട് ഒരു ആശയപരമായിട്ടൊരു സംഘടനയാണ്. അപ്പൊ അതിന്റെ ഒരു പോഷക സംഘടനയാണ് ഈ ബുദ്ധിസ്റ്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബാനറിലാണ് നമ്മൾ കേരളത്തിലെ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ശരി. അപ്പോൾ അതിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് അവിടെയും വേണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ചർച്ചകളോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഫിസിക്കലി കോർഡിനേറ്റ് ചെയ്യാം. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു 5-6-7 മാസമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യേണ്ടതുണ്ട്. വിപുലീകരണവും കമ്മിറ്റി അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സാറേ, RSS ഇപ്പോൾ ഭാരതീയ ബൗദ്ധ സംഘം എന്നും പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്നും ഉറങ്ങിപ്പോയതാ, ക്ഷീണം കൊണ്ട്. ശരിക്കും ഭാരതീയ ബൗദ്ധ മഹാസംഘം എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പേരിനോട് മാറ്റമുള്ള രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരതീയ ബൗദ്ധ സംഘം എന്ന് പറഞ്ഞ പേരുകൾ. അപ്പം നമ്മളുടെ ആൾക്കാര് മറ്റൊരു ഒരു എന്താ പറയുക ഓൾട്ടർനേറ്റീവ് കണ്ടെത്തി നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മൾ അങ്ങനെ ഏത് ചാനലിൽ കൂടെ നമ്മളൊന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ അത് ഒന്നുകിൽ നമ്മളിപ്പോൾ ഓരോ എന്താ പറയുക ടണലിൽ കൂടെ നമ്മൾ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവരതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒരു കല്ല് വെച്ച് അവിടെ അങ്ങ് അടയ്ക്കും. നമുക്ക് അതിനകത്തോട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്തിന്റെ നേതൃത്വം അവർ പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ അകത്തൂടെ അവരായിട്ട് പോയി അവസാനം അവർക്ക് പിടികൊടുക്കാതെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന ഒരു മേഖലയാണ് ഇത് പറയുന്ന ബൗദ്ധ മേഖല, ദർശനം. ബാബാ സാഹബ് ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമുണ്ട്.
ആ, നമ്മുടെ ബർമയിൽ വെച്ചിട്ടുള്ള ബൗദ്ധ ശാസന കൗൺസിലിന്റെ പ്രസംഗത്തിൽ വെച്ച് ബാബാ സാഹബ് പറയുന്നുണ്ട്, ഇന്ത്യയിൽ ബുദ്ധിസം പ്രചരിപ്പിക്കണം, ഇന്ത്യ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള എന്താ പറയാ ഭവനം ഇന്ത്യയാണ്. അപ്പം മറ്റു രാജ്യങ്ങളെല്ലാം അതിനൊക്കെ സഹായിക്കണം. പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തതുപോലെയോ മുസ്ലിങ്ങൾ ചെയ്തതുപോലെയോ ഉള്ള മണ്ടത്തരം നമ്മൾ ചെയ്യരുത്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമേ ചെയ്തത് അവർ ബ്രാഹ്മണരെ പിടിച്ച് ക്രിസ്ത്യൻസ് ആക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുകളിൽ സ്വാധീനമുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ താഴെയുള്ള അടിമകളെ കൂടെ കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അകത്തും ഈ വർണ്ണ വ്യവസ്ഥയെ ഈ ബ്രാഹ്മിൺസ് കൊണ്ടുപോയി അവിടെ അത് പ്രയോഗത്തിൽ, അതിന്റെ ബുക്കിനകത്ത് അതില്ല, ഗ്രന്ഥത്തിനകത്ത് ബൈബിളിനകത്ത് ഇല്ല എങ്കിലും ജീവിതത്തിന്റെ ഒരു പ്രായോഗികതയിൽ അവരത് പാലിക്കുന്നുണ്ട്. കാര്യം അവിടെ അവർ മറ്റുള്ളവരുമായിട്ട് വിവാഹം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു മണ്ടത്തരം നമ്മൾ ഇതിനകത്ത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് വളർന്ന് ഇതിന്റെ ഒരു എസ്റ്റാബ്ലിഷ് ആവുന്ന കാലഘട്ടം വരെയും, കാരണം ബ്രാഹ്മണരിൽ നിന്നുള്ള ഭീഷണി ഇന്ന് നിലനിൽക്കുന്നു, മുസ്ലിമിൽ നമുക്ക് ഭീഷണികളില്ല, പക്ഷേ ബ്രാഹ്മണിസത്തിൽ നിന്ന് ഇതിന്റെ ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഇതൊന്ന് വളർന്ന് പച്ച പിടിച്ച് ഇതിന്റെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നിടം വരെയെങ്കിലും നമ്മൾ ഇവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സാധാരണ ഇതിൽ ആരും അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. കാര്യം ബൗദ്ധധർമ്മം ആരെയും വിവേചനം കൊടുക്കുന്നില്ല, അങ്ങനെ ആരെയും വിവേചിച്ചില്ല. പക്ഷെ ബാബാ സാഹബ് പറയുന്നത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ഈ രണ്ടാമത് നമ്മൾ ഇതിനെ ഒന്ന് ഉയർത്തി കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഇത് പിന്നെ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പേടിച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ അവരോടുള്ള വിവേചനം കൊണ്ടിട്ടല്ല. അവര് സമത്വത്തിൽ വിശ്വസിക്കുന്നില്ല. ബ്രാഹ്മണർ ഒരിക്കലും സമത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. കാര്യം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ മനുഷ്യൻ എന്നല്ലല്ലോ അവർ പറയുന്നത്, ഞങ്ങൾ ബ്രാഹ്മണരാണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവർ മനുഷ്യർക്ക് മുകളിലുള്ള എന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്, തുല്യതയിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ ധമ്മം എന്ന് പറയുന്നത് തുല്യതയിലാണ്, സമത്വത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് കാരണം തന്നെയുമല്ല, ബുദ്ധന്റെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. ഇതിനെ നശിപ്പിച്ചത് ആശയപരമായിട്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ ആശയപരമായിട്ട് ഇതിനകത്ത് കയറി നശിപ്പിച്ചത് ബ്രാഹ്മണരാണ്. അപ്പൊ അത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതേ മിസ്റ്റേക്ക് നമ്മൾ രണ്ടാമതും ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബാബാ സാഹബ് 22 പ്രതിജ്ഞകൾ എഴുതിയത്. ആ 22 പ്രതിജ്ഞകൾക്കകത്ത് ഓരോ പ്രതിജ്ഞയും കൃത്യമായിട്ട് ബ്രാഹ്മണ ഇസവുമായിട്ട്, ബ്രാഹ്മണന്റെ തത്വശാസ്ത്രവുമായിട്ട് ടോട്ടലി നമ്മൾ വേർപെട്ട് പോകാനായിട്ടുള്ള ഓരോരോ ക്ലോസുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് എന്താണ്? ഞാൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവരെ ദൈവങ്ങളായിട്ട് കാണുകയോ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യില്ല. രണ്ടാമത്, ഞാൻ ഗൗരി, ഗണപതി അങ്ങനെയുള്ള സംഭവങ്ങളെയൊന്നും ഞാൻ ദൈവങ്ങളായിട്ട് ആരാധിക്കുകയോ വിശ്വസിക്കുകയോ ഞാൻ ചെയ്യില്ല. മൂന്നാമത്തെയാണ് നാലാമത്താണ്, ഞാൻ ബ്രാഹ്മണനെ പുരോഹിതനായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ കർമ്മങ്ങളില്ലാത്തൊന്നും ഞാൻ അവനെ ഉൾപ്പെടുത്തില്ല. നാലാമത്, ഞാൻ പിണ്ടദാനം ഞാൻ ചെയ്യില്ല. അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് അതിൽ നിന്ന് വേർപെട്ട് കട്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭിക്ഷു സംഘത്തിനെ ഉണ്ടാക്കുന്നത്. ഈ 22 പ്രതിജ്ഞകളും കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഭിക്ഷു സംഘം ഉണ്ടാവൂ എന്ന് ബാബാ സാഹബ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സാഹചര്യത്തിൽ പഞ്ചശീലവും അഷ്ടാംഗമാർഗവും ബുദ്ധവന്ദനവും പറഞ്ഞാൽ പോരാ, 22 പ്രതിജ്ഞകളും കൂടെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളെ മാത്രമേ ഇന്ത്യയിലെ ഭിക്ഷു സംഘത്തിനകത്ത് എടുക്കാൻ പറ്റൂ. കാരണം ഞാനിത് നമ്മുടെ UP-യിലെ സാരനാഥിലെ ഭിക്ഷുവായിട്ടുള്ള ഭന്തേ ചന്തിമായുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു. സാറേ, അപ്പം ഞാൻ പറഞ്ഞു, ഭന്തേജി, ഇതിനകത്ത് മറ്റുള്ളവരോട് വന്നാൽ എന്ത് സംഭവിക്കും? അവർക്ക് ഇതിനെ വേണമെങ്കിൽ തകിടം മറിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭന്തേജി എൻ്റെ അടുക്ക പറഞ്ഞത്, അജിത്തെ, ഇതിനകത്ത് നമ്മൾ 22 പ്രതിജ്ഞകളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ബാബാ സാഹബ് അങ്ങനെയാണ് ഇന്ത്യയിൽ ഒരാൾ ബുദ്ധിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിലുള്ള വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്. മറ്റു രാജ്യങ്ങളിൽ ആ ഒരു സാധനമില്ല. അപ്പൊ അതുകൊണ്ട് 22 പ്രതിജ്ഞകളൂടെ പറയുകയും അത് പാലിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് ഭിക്ഷുവായി വരാൻ പറ്റുള്ളൂ. അത് തന്നെ ഒരു വലിയൊരു ചലഞ്ചാണ് ബ്രാഹ്മണനെ സംബന്ധിച്ചോളം. ഇതിനകത്ത് വരാൻ പാടാണ്.
അപ്പം നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഇവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടേതായിട്ടുള്ള വേറൊരു സംഘം ഉണ്ടാക്കുകയാണ്. അവരുടെ തന്നെ ആൾക്കാരെ, അറസിനകത്തുള്ള ആൾക്കാരെ തന്നെ തലയൊക്കെ വടിച്ച് കാഷായൊക്കെ കുടിപ്പിച്ച് അവരങ്ങ് ഇറക്കുവാണ്. പക്ഷെ സാധാരണ ജനത്തിന് ഇത് അറിയത്തില്ല, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാഷായം കൊടുത്ത് തലയെ മൊട്ടയടിച്ച് നമ്മുടെ ആ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരെല്ലാരും ഭിക്ഷുവാണെന്ന് കരുതും. എന്തിനു പറയുന്നു, നമ്മുടെ UP-യിലെ യോഗി ആദിത്യനാഥ് വരെ ഒരു ഭിക്ഷുവാണെന്നാണ് വിദേശത്തെ ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ അവരുടെ ഭിക്ഷു സംഘത്തെ പലയിടത്തും കൊണ്ടുപോവുകയും ആ ഭിക്ഷു സംഘം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയും നമ്മുടെ അംബേദ്കറായിട്ടുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കൂട്ടരെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്, സൃഷ്ടിക്കും. അവർ ചെയ്യും. അവർ സ്വാഭാവികമായിട്ടും അവരുടെ തന്ത്രങ്ങൾ, അവരെല്ലാ തന്ത്രങ്ങളും അവർ പയറ്റും. നമ്മളൊരു തന്ത്രം വെക്കുമ്പോൾ ഒരു കരു നീക്കുമ്പോൾ അവർ 10 കരു വേറെ നീക്കും. അത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട്, നമ്മൾ ഐഡിയോളജി കറക്റ്റായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ജാഗ്രത ഉള്ളവരായിരിക്കുക, ജാഗരൂകരായിട്ടിരിക്കുക ഓരോ മൊമെന്റിലും. ഒരിക്കലും ആ ജാഗ്രത നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നമ്മൾ ഇച്ചിരി ലേസി ആയി കഴിഞ്ഞാൽ, നമ്മൾ ഇച്ചിരി സാമട്ടിലായി കഴിഞ്ഞാൽ അവര് നമുക്ക് പണി കിട്ടും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോണം. ഇന്നലെ നമ്മുടെ സുരേന്ദ്രൻ കാലിക്കടവ് ചോദിച്ചതിന്റെ ഉത്തരം ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ രാവിലെ നേരത്തെ പറയാൻ വിചാരിച്ചതാണ്. നമ്മുടെ ബാംസപ്പില് മതം പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഇതിന്റെ കൃത്യമായിട്ടുള്ള, എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ലിങ്ക് വഴി കയറി വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ചോദ്യത്തിന് നമുക്ക് ഒരു റഫായിട്ടൊരു സാധനം പറയുകയും നമുക്കത് ബുദ്ധിസ്റ്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നേ തുടങ്ങണം. അതായത് ബ്രാഹ്മണർ എങ്ങനെയാണോ അവരുടെ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അവരുടെ ഈ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാരെ അതായത് ബേസിക്കലി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ തമ്മിൽ നല്ല കോർഡിനേഷനാണ്. അവരുടെ കൂടെ നായന്മാരുണ്ട്, അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ശിങ്കടികളുണ്ട്. 6 കോടി 10-15 കോടി ജനങ്ങളാണ് അത് സിനിമാക്കാരുണ്ട്, അതിനകത്ത് കഥ എഴുതുന്ന ആൾക്കാരുണ്ട്, ഈ ജഡ്ജിമാരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഹൈ ആയിട്ടുള്ള, അതായത് സ്ട്രാറ്റജിക് പൊസിഷൻസിലുള്ള ആളുകളെല്ലാവരും ഈ തത്വശാസ്ത്രം പേറുന്നവരാണ് തലയിൽ. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കോർഡിനേഷനിലാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മളും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ആളുകൾ, ഇപ്പൊ നമ്മൾ ഇത്രയും സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഈ കോർഡിനേഷനിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. സാർ അത് കുറച്ചുകൂടി, അജയ് സാർ ഒന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. അതായത് ബേസിക്കലി ഇപ്പൊ ഞാനൊരു ബുക്കും ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വെക്കുന്ന 3 ഭാഗങ്ങളാണ്. 3 ഭാഗങ്ങളായിട്ടുള്ള ഒരു ബുക്കാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. അതിന്റെ കണ്ടന്റ്സ് ഒക്കെ ആൾക്കൂടെ ആയിക്കഴിഞ്ഞു. അത് തന്നെയാണ് ഞാൻ ആദ്യം ക്ലാസ്സിലേക്ക് പറയാൻ പോകുന്നത്. പിന്നെ അത് എഴുതി വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് വരും. ഒന്ന്, ധമ്മത്തിന്റെ യഥാർത്ഥത്തിലുള്ള സയൻസ്, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അതിന്റെ ബേസ്, കംപ്ലീറ്റ്ലി മോഡേൺ സയൻസുമായിട്ട് ചേർന്നാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഒരു അതിശയോക്തിയോ ഒരു സങ്കല്പമോ ഇതിനകത്ത് പാടില്ല. എന്താണോ നാച്ചുറലി, യാഥാർത്ഥ്യത്തില് റിയലിസ്റ്റിക് ആയിട്ട് പ്രപഞ്ചത്തിൽ നടക്കുന്നത് അത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതല്ലാത്തത് ഒന്നും ധമ്മമല്ല. പ്രപഞ്ചത്തിൽ നടക്കാത്തതൊന്നും ധമ്മമല്ല. ഇതാണ് സിമ്പിൾ സംഭവം. അപ്പൊ അത് പൂർണ്ണമായിട്ട് അതിനൊരു പോർഷൻ. രണ്ടാമത് ഇതിന്റെ പ്രാക്ടീസ്, എങ്ങനെയാണ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്ത് അറിയേണ്ടത്, അതൊരു ബുക്ക്. മൂന്നാമത്തതാണ് ഇതിന്റെ പരിപാലനം. അപ്പോൾ തിയറി, പ്രാക്ടീസ്, അതിന്റെ പ്രിസർവ് ചെയ്യുന്നത്. ആ പരിപാലനത്തിനകത്താണ് നമ്മൾ നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ പറയുന്നത്. ഹിസ്റ്ററി പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് ഓരോ സമയത്തും ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്തത്, ഡൈവേർട്ട് ചെയ്തത്, മാനിപ്പുലേറ്റ് ചെയ്തത്, ഇത് നമ്മൾ പഠിച്ചിട്ട് കൃത്യമായിട്ട് വരും. നമ്മുടെ ബാബാ സാഹിബിന്റെ അവസാനത്തെ മിഷൻ വരെ കൊണ്ടുവരികയാണ്. ആ മിഷൻ വരെ അത് പറഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചലഞ്ചസ് ഇതിന് വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ രീതിയിൽ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അതും നമ്മൾ ഇതിനെ പഠിച്ചു വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ.
ഇപ്പൊ തന്നെ വികാസ് പറഞ്ഞ ആ ഒരു പോയിന്റ്, അവര് മറ്റൊരു സംഘം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതിന് നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ചലഞ്ചാണ്. മറ്റൊരു വലിയ ചലഞ്ചുണ്ട്. നമ്മുടെ തന്നെ കൂട്ടത്തിൽ നിന്ന് കുറെ ആൾക്കാര് അവരുടെ മഹായാന ബുദ്ധിസം പഠിക്കുന്നുണ്ട്, എന്നിട്ട് അത് നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഉള്ളില്. അതിനെ നമുക്ക് എതിർക്കേണ്ടതായിട്ട് വരും. കാര്യം മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത് ബ്രാഹ്മണിക് ബുദ്ധിസമാണ്. ഒറ്റ സിമ്പിൾ പേരാണ്. മഹായാന ബുദ്ധിസം ഈസ് ഈക്വൽ ടു ബ്രാഹ്മണിക് ബുദ്ധിസം. അതിന് ബുദ്ധിസം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ധമ്മയല്ല. ധമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോസ്, പ്രപഞ്ച നിയമങ്ങൾ വെച്ചിട്ടുള്ള ഇതിനാണ് നമ്മൾ ധമ്മ എന്ന് പറയുന്നത്. അത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാനത് പറയുന്നുണ്ട്. നമ്മുടെ ഈ പരമ്പരയുടെ രണ്ടാമത്തെ സെഷൻ നോക്കിയാൽ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് സങ്കല്പങ്ങള്, പൂജ, അന്ധവിശ്വാസങ്ങള്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുടെ ഒരു മിസ്റ്റിക് സാധനം. ആ മിസ്റ്റിക് സാധനങ്ങളുടെ വഴി കൂടെ നമ്മുടെ ആൾക്കാർ പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പോയാലും നമ്മുടെ ഈ പറയുന്ന മിഷൻ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ഈ സാധനത്തിന് പോകുന്നത്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ ആൾക്കാര് മനസ്സിലാക്കുകയും ചെയ്യണം, സ്വയം പഠിക്കുകയും ചെയ്യണം, മറ്റുള്ള ആൾക്കാർക്കിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിതിനെ നഷ്ടപ്പെടാതെ അതിന്റെ പ്യൂരിറ്റിയോടുകൂടി, അതിന്റെ ശുദ്ധിയോടുകൂടി നമുക്കിതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർക്കുക: അതിന്റെ സയൻസ്, അതിന്റെ പ്രാക്ടീസ്, അതിന്റെ പ്രിസർവേഷൻ, അതിന്റെ പരിപാലനം. അതുകൊണ്ട് ഈ ധമ്മ പരിപാലനം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഈ നാരായണ ഗുരു പോലും എടുത്തിരിക്കുന്ന ഇതിനകത്തു നിന്നൊക്കെ എടുത്തിരിക്കുന്നത്. ശ്രീനാരായണ ധമ്മ, അത് പിന്നെ ശ്രീനാരായണ ധമ്മായി പോയി. പക്ഷെ ധമ്മത്തെ പരിപാലിക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. അത് ഇനിയും നശിപ്പിക്കപ്പെടാം, ഇനി അതിനെ പല വെല്ലുവിളികൾ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ധമ്മ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ 100 കൂട്ടർ ചുറ്റുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുപോലെ തന്നെ അത് ഇനി ഒരു ചലഞ്ച് വന്ന് നമ്മുടെ കാലത്തിന് ശേഷമാണെങ്കിലും അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും കൂടെ നമുക്ക് ചിലപ്പോൾ കൂട്ടായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം നടത്തേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മസ്തിഷ്കങ്ങൾക്കകത്താണ്. ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ് പറഞ്ഞായിരുന്നു, തെരുവിലല്ല ശരിക്കും പറഞ്ഞാൽ വിപ്ലവം നടക്കണത്. നമ്മുടെ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, ഈ കുറെ കൊടിയൊക്കെ പിടിച്ച്, കുറെ ഗുസ്തി പിടിച്ച്, കുറെ സെക്രട്ടേറിയറ്റ് വളയുക, കുറെ ഘെരാവോ നടത്തുക, കുറച്ച് തെരുവിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് വിപ്ലവം നടക്കുന്നതെന്നാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ അല്ല, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്താണ് ശരിക്കും പറഞ്ഞാൽ വിപ്ലവം നടക്കുന്നത്. ആ വിപ്ലവം അവിടെ നടന്നാൽ ബാക്കി അവന്റെ ശരീരം അതിനെ ഫോളോ ചെയ്തോളും. അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് രക്തച്ചൊരിച്ചില്? പിന്നെ ഉള്ളത് ഇതേ ഉള്ളൂ, അവര് നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. കാരണം പണ്ട് നമ്മുടെ ബുദ്ധ ഭിക്ഷുക്കള്, വെറുതെ നടക്കുന്ന ഭിക്ഷുക്കളെ, കാര്യം അവരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം. കാരണം അവർ ഈ കാഷായ വസ്ത്രവും എടുത്ത് അവർ തലയെ മുട്ടടിച്ച് നടക്കുന്നുണ്ട്. അവരെ കണ്ടാൽ പെട്ടെന്ന് അറിയാം. അങ്ങനെ ഒത്തിരി പേരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്, കൊന്നൊടുക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവരിങ്ങോട്ട് ചെയ്തത് നമ്മളായിട്ട് അങ്ങോട്ട് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് അതിന്റെ ആവശ്യമില്ല. ബാബാസാഹബ് അതുകൊണ്ടാണല്ലോ ബുദ്ധനെയും കാൾ മാർക്സിനെയും കൂടെ പറ്റിയുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ബുദ്ധ ഓർ കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്, അത് എസ്ഐക്കകത്ത്. കാൾ മാർക്സിന്റെ ഈ രക്തരൂക്ഷിത വിപ്ലവവും ശക്തി കൊണ്ട് പിടിച്ചടക്കണ പരിപാടി ഇതിനൊന്നും ആവശ്യമില്ല. ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ലോകത്തിൽ ഏറ്റവും വലിയ വിപ്ലവം നടന്നതല്ലേ ബാബാസാഹബ് അത്രയും 3 ലക്ഷം പേരെയും കൊണ്ട് ഒരു മാറ്റം നടത്തി. ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ 3 ലക്ഷം പേരെ ഒറ്റ ദിവസം കൊണ്ട് വേറൊരു മതത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്? ചരിത്രത്തിലില്ലാത്തൊരു സാധനം. അപ്പം നമുക്ക് നമ്മുടെ അറിവുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക, അവരെ അറിവിനെ തടസ്സപ്പെടുത്താൻ 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമ്മുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കും. രണ്ടാമത്, നമ്മൾ പറയുന്നതിന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നോക്കും. മൂന്നാമത്, നമ്മുടെ ഇടയ്ക്ക് തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കും. ഇതൊക്കെയാണ് കൂടുതലായിട്ട് അവർ ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ 4ാമത്തെ അവസ്ഥയിലാണ് ഈ പറയുന്നവനെ ഇല്ലാതാക്കാൻ നോക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞു കൊടുത്തല്ലേ പറ്റൂ. നമ്മൾ സത്യങ്ങൾ പ്രചരിപ്പിക്കുക, അവരെത്ര പേരെ ഇല്ലാണ്ടാക്കും? നമ്മുടെ ആൾക്കാർ സത്യങ്ങൾ, അതാണ് ഈ ഒരാളിൽ നിന്ന് ഒതുങ്ങി നിൽക്കരുതെന്ന് ബുദ്ധൻ പറഞ്ഞത്. നമ്മൾ ആൾക്കാരിലേക്ക് ഇത് പോകണം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ അത്ര ഇന്ത്യ ഒട്ടാകെ പരന്നു കിടന്ന ഒരു ബൗദ്ധ ദർശനത്തെ, സംസ്കാരത്തെ അവന്മാര് കംപ്ലീറ്റ് തുടച്ച് നീക്കി എന്ന് പറയുമ്പോൾ അവന്മാർ ചില്ലറക്കാരല്ല. അപ്പൊ അത് നമ്മൾ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് അവരത് ചെയ്തത് എടുത്തതെന്നുള്ളത്. അത് പഠിച്ചെങ്കിലേ നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് അതുപോലത്തെ ചതിക്കുഴികൾ വന്നാൽ നമ്മൾ ഇതിനകത്ത് വീഴാതിരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതിനകത്ത് പ്രധാനമായിട്ടും ചെയ്തത്
ഒന്ന് 2-3 കാര്യങ്ങൾ ചെയ്തു. എന്തായാലും അടുത്ത ക്ലാസ്സിൽ അത് പറയും. ഇതിനെ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആക്കുക. അതായത് ഈ ബുദ്ധന്റെ ദർശനം വേണ്ട മനുഷ്യന് മനസ്സിലാക്കാൻ പാടുള്ള ഒരു സാധനമായിട്ട് ഇതിനെ ആൾക്കാരുടെ മുമ്പിൽ കൊടുക്കുക. കുറെ ടെക്നിക്കലായിട്ടുള്ള കുറെ വാക്കുകളും കുറെ ടേംസും എല്ലാം കൂടെ പറഞ്ഞ് ഇതെന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാതെ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തുനിന്നുള്ള ഇൻട്രസ്റ്റ് കൂടെ ആൾക്കാരങ്ങ് പുറത്തു പോകും, അതിന്റെ സപ്പോർട്ടിൽ നിന്ന് പുറത്തു പോകും. അത് ഇവരൊന്നും ചെയ്ത ഒരു വലിയ സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ ത്രിപിടകങ്ങൾ എടുത്ത് വായിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാലത്തും അത് ഒന്നാമതെ വായിച്ച് തീരുകയില്ല. രണ്ടാമത് അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ ഒരു കുത്തൊഴുക്ക് അതിനകത്തുണ്ട്. തെറ്റായിട്ടില്ല, പ്രപഞ്ചത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ അഭിധമപടകത്തിനകത്ത് കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ആധികാരിക ഗ്രന്ഥം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് തരും. ബുദ്ധൻ ഏതായാലും ഒരു ബുക്കും പഠിച്ചിട്ടല്ലല്ലോ ഈ സാധനം മനസ്സിലാക്കിയത്. അത് നമുക്കും അതേ മെത്തേഡ് പോയാൽ മതി. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നമ്മുടെ പഠന വസ്തു എന്ന് പറയുന്നത് ഈ മനസ്സ് ശരീരമാണ്. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും ക്ലിയർ ആയിട്ട് വരും. കൃത്യമായിട്ട് അതിന്റെ എല്ലാ ആശയങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തെ മനസ്സിലും പഠിച്ചാൽ മാത്രമാണ്. ഞാൻ ആദ്യം തൊട്ട് ഇവിടം വരെയുള്ള 7ാമത്തെ ക്ലാസ് വരെയും പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കും. നമ്മുടെ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ അവർ അടർത്തിയെടുക്കും. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ പക്ഷത്തേക്ക് കുറച്ച് ആൾക്കാരെ അവരെപ്പോഴും പിടിച്ചെടുക്കും. അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ നമ്മൾ പഞ്ചമരായും അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരായി പോവുകയും ഒരു കൂട്ടർ OBC-കളായി പോവുകയും ചെയ്തത്. ഒരേ രാജ്യം, ഒരേ ജനതയാണ്. അവരവരുടെ കൂടെ നിൽക്കുകയും അവരുടെ ചാവേറായി പോവുകയും അവർക്ക് വേണ്ടിയിട്ട് അവർക്കപ്പോൾ കുറച്ചൊരു ഒരു പദവിയൊക്കെ കൊടുത്തു, ശൂദ്ര പദവി തന്നെ. നമ്മൾ തൊട്ടുകൂടാത്തവരാക്കി നമ്മളെ കംപ്ലീറ്റ് പുറന്തള്ളി. അപ്പം മഹായാനയുടെ കൂടെ പോവുകയും മഹായാനയുടെ ആശയങ്ങളുമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവർ പോയപ്പം അവർക്ക് ആൾബലമായി. ആ ആൾബലത്തിന്റെ ഒരു ബലത്തിലാണ് ഈ മൗര്യ രാജവംശത്തിനെ തകർക്കുന്ന അവസാനമാകുമ്പോൾ. അതിനു മുമ്പ് തന്നെ പശുരാഷ്ട്രീയം തുടങ്ങിക്കഴിഞ്ഞു അവിടെ ഇന്ത്യയിൽ. അതൊക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ് പറയും, എങ്ങനെയാണ് പശുരാഷ്ട്രീയം വന്നത്, അതിന്റെ നാൾ വഴികളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. OBC വിഭാഗങ്ങളെ കൂടെ നിർത്തിക്കിട്ട് തന്നെയാണ് അവരിപ്പോഴും അവരുടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം അവർ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവർ പണ്ടും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ 3ാമത്തെ സംഭവമാണ് നമ്മൾ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അതിന്റെ പരമായിട്ട് അവരൊരു കാര്യം ചെയ്തത്, ഞാൻ ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യും, എന്നാലും അവര് കടൽ കടന്ന് പോകരുതെന്ന് പറഞ്ഞ ഒരു നിയമം വരെ ഉണ്ടാക്കി. ഇന്ത്യക്കാരും കടൽ കടന്ന് പോകരുത്, അത് പാപമാണ്. അതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോകന്റെ കാലത്തൊക്കെ ഈ സംഭവം ദർശനം കടൽ കടന്ന് പോയിട്ടുണ്ട് പണ്ടത്തേക്ക്. അഥവാ ആരെങ്കിലും കടൽ കടന്ന് പോയിട്ട് ആ സംഭവം പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യ കൊണ്ടുവരരുത്. അതിനു വേണ്ടിയിട്ട് അതുവരെയും ചെയ്തു. കലിവർജ്യ എന്ന് പറയുന്ന ഒരു കുറച്ച് റൂളുകൾ ഉണ്ടാക്കി. കലിവർജ്യ എന്ന് പറയുന്നത്, ആ കലിവർജ്യ എന്ന് പറയുന്ന കുറെ നിയമങ്ങൾ ഉണ്ടാക്കി. അതിനകത്ത് ഇതുപോലെ കടൽ കടന്ന് കിടക്കരുതെന്നൊക്കെ ഉള്ളതൊക്കെ ആ റൂളിന്റെ ഭാഗമാണ്. കലികാലത്തിൽ വർജിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ആൾക്കാരെ കൊന്നൊടുക്കി, ഭിക്ഷുക്കളെ കൊന്നൊടുക്കി, ഉണ്ടായിരുന്നൊരു പലായനം ചെയ്തു, വിഹാരങ്ങൾ പിടിച്ചെടുത്തു. നമ്മൾ അഥവാ പഠിപ്പിച്ചു കൊടുക്കുമെന്നുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്തു. അറിയാവുന്ന ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, അവർ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ, നമ്മുടെ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വരുന്നത്. അപ്പൊ ഇത് വളരെ ആസൂത്രിതമായിട്ട് അവർ വർഷങ്ങളോളം, ഒരു നൂറ്റാണ്ടൊന്നുമല്ല, പല നൂറ്റാണ്ടുകളോളം അവര് അതിനു വേണ്ടി മെനക്കെട്ടു. കാര്യം അവരുടെ ലക്ഷ്യം സ്ഥിരമാണ്, അവരുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്. എങ്ങനെ ഏത് വിധേനയും ഇവിടം പിടിച്ചടക്കിയിട്ടുള്ളൂ. രണ്ട് സ്ഥലത്താണ് അവർക്ക് അടി കിട്ടിയിട്ടുള്ളത് ഈ ബ്രാഹ്മൺസിന് അല്ലെങ്കിൽ യഹൂദർക്ക്. ഒന്ന്, ഇവിടെ നമ്മൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് കീഴടങ്ങാൻ തയ്യാറായിട്ടില്ലാതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ പല 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 കഷ്ണങ്ങളാക്കി, പല പല ഡിവിഷനാക്കി, പല ജാതിയാക്കി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചു. എന്നിട്ടും പൂർണ്ണമായിട്ട് ഇപ്പോഴും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഒരു ബാബാ സാഹേബ് കയറി വന്നു, ഭരണഘടന ഉണ്ടാക്കി. ഇനി അതിനെ കൂടെ ഒന്ന് മാറ്റിയാൽ മാത്രമേ ഈ സംഭവം പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലാവത്തുള്ളൂ. എന്നാലും ഏറെക്കുറെ കയ്യിലായി. ഭരണഘടനയൊന്നും ഇപ്പൊ അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഭരണഘടനയൊക്കെ അവിടെ ഇരിക്കും, അവർ ചെയ്യേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറിയൊക്കെ ഇപ്പൊ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ ഒരു സംഭവം നടന്നു. പിന്നെ അവർക്ക് അടി കിട്ടിയിട്ടുള്ളത് ജർമ്മനിയിലാണ് കിട്ടിയിരിക്കുന്നത്. ജർമ്മനിയിൽ ഈ ആൾക്കാർക്ക് ഹിറ്റ്ലറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്.
പക്ഷെ എന്നാലും അത് അവരവിടെ അവസാനം അവർ പിന്നെ അവിടെ നിന്നൊക്കെ നേരിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിൽ അവർ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ പോയതൊക്കെ അവരവിടുത്തെ പൂർണ്ണമായ സമ്പദ്ഘടന അവരുടെ കൈക്കലാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട സിറ്റി മൻഹാട്ടൻ ഒക്കെ, ന്യൂയോർക്കിലെ മൻഹാട്ടൻ സിറ്റി ഒക്കെ അവരുടെ കയ്യിലാണ്. ബാങ്കിങ് സെക്ടർ മൊത്തം അവരുടെ കയ്യിലാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് അവരുടെ കയ്യിലാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾ അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളത് നോക്കണം. അവരുടെ ആ ഒരു ലക്ഷ്യവും അവരത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എടുക്കുന്ന രീതികളും റൂത്ത്ലെസ് ആണ്. കൊല്ലണമെങ്കിൽ കൊന്നു തന്നെ തീർക്കും. അതവർക്കറിയാം. അവരുടെ ഭഗവത്ഗീതയാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും കൊലപാതകം, അവരുടെ ദൈവങ്ങളെല്ലാം കൊലപാതകത്തിന് ന്യായീകരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ദർശനം അങ്ങനെ അല്ല. പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യരുതെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടില്ല. ബുദ്ധൻ തന്നെ 7 തരം യുദ്ധ തന്ത്രങ്ങൾ അദ്ദേഹത്തിന് അടുക്ക ചെന്ന കുറച്ച് രാജാക്കന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുദ്ധൻ അഹിംസ എന്ന് പറയുന്നത് സ്വയം നമ്മളെ ആരെങ്കിലും കൊന്നോളാൻ പറഞ്ഞ് നിന്നു കൊടുക്കുന്ന, നെഞ്ചും പിരിച്ച് കിടക്കുന്ന ആ പരിപാടിയല്ല. നമ്മളൊരു വെജിറ്റബിൾ പോലെ കിടക്കുക നമ്മളെ വെട്ടിക്കോളാൻ പറയുന്ന പരിപാടിയല്ല ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ദൈവങ്ങൾക്ക് വേണ്ടി പ്രീതിപ്പെടുത്താനായിട്ട് വെറുതെ ഓരോന്നിനെ കൊന്ന് ദൈവത്തിന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മൃഗങ്ങളെ കൊന്നു കൊടുക്കുന്നതിന് മാത്രമാണ് ബുദ്ധൻ പറഞ്ഞത്. ആഹാരത്തിന് വേണ്ടി മാംസം കഴിക്കുന്നതിന് പറയുന്നില്ല. ഇന്ത്യക്ക് പുറത്ത് എല്ലാ ബുദ്ധരാജ്യങ്ങളും മാംസം കഴിക്കുന്നവരാണ്. ഭിക്ഷുക്കളും മാംസം കഴിക്കുന്നവരാണ്. ഇന്ത്യയിലെ മഹായാനക്കാർ കൊണ്ടുവന്നതാണ്, പശുരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് വെജിറ്റേറിയനിസം കൊണ്ടുവന്നത്. ശ്രീലങ്കയിൽ മാംസം കഴിക്കുന്നവരാണ്, തായ്ലൻഡിൽ മാംസം കഴിക്കുന്നവരാണ്. ഞാൻ ഈ പറയുന്ന വിഹാരങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം മാംസ ഭക്ഷണം കിട്ടിയിട്ടുമുണ്ട്, അവരും കഴിക്കാറുണ്ട്. അപ്പോ അഹിംസ എന്ന് അപ്പൊ മാർഷൽ ആർട്സ്, നമ്മുടെ കയ്യിൽ മാർഷൽ ആർട്സ് ഉണ്ടായിരുന്നല്ലേ? ഈ പറയുന്ന കരാട്ടെ, കുങ്ഫു, തൈക്കോണ്ടോ, ഷോട്ടോക്കാൻ ഇതെല്ലാം നമ്മളും പഠിച്ചിട്ടുള്ളതാണ്. കളറിപ്പയറ്റ് നമ്മുടേതായിരുന്നല്ലോ, അല്ലാതെ ബ്രാഹ്മണരുടെ ഒന്നും അല്ലല്ലോ കളറിപ്പയറ്റ്. അപ്പൊ നമുക്ക് സ്വയരക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മൗലികമായ കാര്യമാണ്, നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ ആരോടും അങ്ങോട്ട് പോയി നമ്മളൊരു ഇതിന് നമ്മൾ പോകത്തില്ല. കാര്യം നമ്മൾ മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പഞ്ചശീലത്തെ ആശ്രയിക്കുന്നവരാണ്. നമുക്ക് നല്ലതല്ലാത്ത ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് ചെയ്യില്ല. അതാണ് നമ്മുടെ ആ മൊറാലിറ്റിയുടെ അടിസ്ഥാനം. പഞ്ചശീലത്തിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് പഞ്ചശീലം എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് റോങ് ആയിട്ടുള്ള ഫീലിംഗ് വരുന്ന ഒരു കാര്യം ഞാൻ വേറൊരാൾക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് നമ്മളത് ചെയ്യില്ല. നമ്മൾ സെൽഫ് ഡിഫെൻസിനാണ് നമ്മൾ പലപ്പോഴും മാർഷൽ ആർട്സ് പോലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഭിക്ഷുക്കൾ പോലും സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ ആരെയും പോയി ആക്രമിക്കാനല്ല. പക്ഷെ ആരുടെ ആക്രമണം നമ്മൾ ഏറ്റുവാങ്ങുകയില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരെയും അനാവശ്യമാണ്, നമ്മൾ ഒരു കാര്യത്തിന് ഉപദ്രവിക്കാൻ പോവില്ല. പക്ഷെ നമ്മൾ സ്വയം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൗലികമായ ഒരു ആവശ്യമാണ്, അവകാശമാണ്. നോക്കാം അവരെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് നോക്കാം. ബലിക്കൽപുര എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ? ഇപ്പോഴും അമ്പലത്തിൽ അതില്ലേ? പണ്ട് ബലി നടന്നതിന്റെ ഒരു തുടർച്ചയായിട്ടാണോ ആയിരിക്കുമോ? ആണ്. അതിനകത്ത് മുഴുവൻ ഈ ബലിക്കല്ലിൽ, അത് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് ചിത്രകാരൻ ടി മുരളി എന്ന് പറയും, മുരളി സാറ് അതിനകത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കുറെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ചിത്രകാരൻ ടി മുരളി എന്ന് പറഞ്ഞൊന്ന് കൊടുത്താൽ മതി. സാറ് കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു. സാറ് ഇനിയും വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എഴുതിയത് തന്നെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ കഴിവേറ്റല്, ചിത്രവധം, അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ സാർ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാബുരാജൻ മണാശ്ശേരി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന് കുറെ കാര്യങ്ങൾ എഴുതാറുണ്ട്. അപ്പം ഈ അമ്പലങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൽ നിന്ന് കൊടി കണ്ടിട്ടുണ്ടോ? 2 കൈയുണ്ട്, 2 കാലുണ്ട്, തല ഉണ്ടാവത്തില്ല, ഇങ്ങനെ കിടന്ന് ആടും. അത് ഇതൊക്കെ നാളത്തെ ക്ലാസ്സിലൊക്കെ പറയാൻ പോകാം, അല്ല അടുത്ത ക്ലാസ്സിലൊക്കെ പറയാനുള്ള കാര്യങ്ങളെങ്കിലും പറയുക. അത് നമ്മളുടെ ഭിക്ഷുക്കളെ കൊന്ന് കെട്ടിത്തൂക്കിക്കൊണ്ടിരുന്നതിന്റെ ഒരു അടയാളമാണ്. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് രഥത്തിന്റെ മുകളിൽ
ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പോകും. രഥത്തിന്റെ മുമ്പിൽ ആൾക്കാരെ നട്ടലിന്റെ അവിടെ ഇങ്ങനെ തൊലിയേൽ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് കൊണ്ടുപോകും. അവിടെ മധുരൈ മീനാക്ഷി കോയിലിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് സാർ. ആക്ച്വലി ഈ കഴുവേറ്റി ഈ സമണ ആൾക്കാരെയൊക്കെ കഴുവേറ്റി കൊന്നൊക്കെ പറയില്ലേ, അത് ഒന്ന് പിക്ചറായിട്ട് തന്നെ അമ്മമാർ വരച്ച് വെച്ചിട്ടുണ്ട് ആക്ച്വലി. സംബന്ധമൂർത്തി എന്നാ പറയുന്നത്. സംബന്ധമൂർത്തി അവിടെ സംബന്ധം. കഴുവേറ്റി തിരുവിഴ എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. നമ്മുടെ ആൾക്കാരെ ശൂലത്തിരുത്തിയിട്ട് കൊല്ലും. അവിടെ ഇരുന്ന് രക്തം വാർന്ന് മരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആലുവ, എന്താണ് നമ്മുടെ ആലുവയിൽ എന്തുകൊണ്ടാണ് ബലിയിടുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ പിതൃക്കൾക്ക് ബലി ഇട്ടോളാനാ പറഞ്ഞത് നമ്മളെ വിടുന്നത് ആലുവയിൽ. എന്തോ ആലവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലം എന്ന് പറഞ്ഞാൽ ശൂലമാണ്. നമ്മൾ ആലവാങ്ക് എന്നൊക്കെ പറയും. ആലവായാണത്. ആലവായിൽ ഇരുത്തി കൊല്ലുന്ന സ്ഥലമായിരുന്നത്. നമ്മുടെ തന്നെ ആൾക്കാരെ കൊന്നിട്ട് നമ്മളെ ആൾക്കാരോട് പറയുകയാണ് നിങ്ങൾ ബലി ഇട്ടോളാം. അതാണ് ബാബാസാഹബ് പറഞ്ഞത്, ഇന്ത്യ ഒട്ടാകെ നമ്മുടെ ജനതയെ കൊന്നൊടുക്കിയതുപോലെ ലോകത്തൊരിടത്തും കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടില്ല. നമ്മൾ കുറെ കൂട്ടക്കൊലകളെ പറ്റി കേട്ടിട്ടുണ്ടോ? റുവാണ്ടയിലെ കൂട്ടക്കൊല, സെർബിയയിലെ കൂട്ടക്കൊല, ബോസ്നിയയിലെ കൂട്ടക്കൊല, ഇസ്രായേൽ. ഇതൊന്നും ഇന്ത്യയിൽ നടന്ന കൂട്ടക്കൊലയുമായിട്ട് നമുക്ക് യാതൊരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട് ഓടി നടന്ന ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുഷ്യമിത്ര സുംഗൻ അധികാരത്തിൽ കയറിയതിന് ശേഷം, അതായത് മൗര്യ രാജവംശം തകർത്ത് അധികാരത്തിന് കയറിയതിന് ശേഷം ആദ്യമേ ചെയ്തത്, ഓരോ ഭിക്ഷുവിന്റെ തലയ്ക്ക്, അതായത് നമ്മുടെ ഭിക്ഷു, ശരിയായ ബൗദ്ധന്റെ ദർശനങ്ങൾ പഠിപ്പിക്കുന്ന ഭിക്ഷു, ബ്രാഹ്മണ ഭിക്ഷുക്കളെയല്ല, ബൗദ്ധ ഭിക്ഷുക്കളെ അവരുടെ ഓരോ തലയ്ക്ക് 100 സ്വർണ്ണ നാണയം ഇനാം പ്രഖ്യാപിക്കുക ചെയ്യും. അങ്ങനെ നമ്മൾ എത്ര ആൾക്കാർ കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മള് ആൾക്കാർ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ യാഗങ്ങളും യജ്ഞങ്ങളും അയാൾ അശ്വമേധ യാഗം നടത്തുകയാണ് ചെയ്തത്. അപ്പൊ യാഗം തിരിച്ചു കൊണ്ടുവരികയാണ്. അയാളുടെ വാശി നോക്കണം എത്രയാണ്. ഇന്ത്യൻ ജനത വേണ്ടാന്ന് വെച്ച യാഗങ്ങളെ, യജ്ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അയാൾ കയറിയതിനു ശേഷം ചെയ്ത കാര്യങ്ങൾ അത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണിസവും നമ്മുടെ ബൗദ്ധവും തമ്മിലുള്ള ഫൈറ്റ് എന്താണ്. നമ്മുടെ ആക്ടിവിസ്റ്റുകൾ അത് മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും. അവർ ഭരണഘടനയിലെ ക്ലോസുകളും അതിനകത്തെ വകുപ്പുകളും ഉപവകുപ്പുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോരാട്ടം അവിടെ കൊണ്ടും തീരുന്നില്ല. ബാബാസാഹബ് അങ്ങനെയാണ് പിന്നെ ഭരണഘടന എഴുതിയതിനു ശേഷം പിന്നെ റിലാക്സ് ചെയ്താൽ പോരായിരുന്നു. ഭരണഘടന ഇടയ്ക്ക് വെച്ച് ചെയ്യേണ്ടി വന്നു, അത് ചെയ്തു. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ മിഷൻ തീരുന്നില്ല അവിടെ. അത് ബ്രിട്ടീഷുകാർ പെട്ടെന്ന് പോകേണ്ടി വന്നത് കൊണ്ട് മാത്രം എഴുതേണ്ടി വന്നതായിരുന്നു. അല്ലെങ്കിൽ അതൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഫോക്കസ് കിടക്കുന്നത്. നമ്മുടെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ബ്രാഹ്മണിസത്തിന്റെ പിടിയിൽ നിന്ന് ഒക്കെ എടുക്കുക, ഇന്ത്യയെ ബൗദ്ധമയമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മിഷൻ. ഭരണഘടന ഇടയ്ക്ക് എഴുതേണ്ടി വന്നതുകൊണ്ട് എഴുതി പോയ ഒരു സാധനമാണ്. അത് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ആയിട്ട്, അദ്ദേഹത്തിന്റെ മിഷൻ അല്ല, അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല. അതങ്ങ് സംഭവിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. തുടക്കം വിട്ടു തന്നു. ബാക്കി ചെയ്യേണ്ടത് നമ്മളാണ്.